ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഫോറക്സ് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. ഫണ്ടഡ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. അപ്പോൾ ഫണ്ടഡ് അക്കൗണ്ടിൽ നല്ലൊരു ഫേമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു ഫേമിനെ പരിചയപ്പെടുത്തുകയാണ്. ഞാൻ മുമ്പും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏകദേശം 40% ഇപ്പോൾ ഓഫർ ഫണ്ടിങ് അക്കൗണ്ട്, ഇൻസ്റ്റൻറ്റ് ഫണ്ടിങ്, നമുക്ക് ചലഞ്ചുകളൊന്നും ഇല്ലാതെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് $625 മുതലിൻ്റെ അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് 40% ഓഫിൽ നിങ്ങൾക്ക് ഇപ്പോൾ പർച്ചേസ് ചെയ്യാൻ പറ്റും. താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതുവഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് 2500 ജസ്റ്റ് 2500 ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. 2500 ഇൻസ്റ്റൻറ്റ് ഫണ്ടിങ് അക്കൗണ്ട്. അതിൽ ചലഞ്ച് ഫേസുകളൊന്നുമില്ല. അതിൽ നമുക്ക് കുറച്ച് റൂൾസുകൾ, നമുക്ക് ഫസ്റ്റ് പേ ഔട്ട് നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് 5% നമ്മൾ അപ്പാക്കി കൊടുക്കണം. ആ 5% നമുക്ക് പിൻവലിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് 5% ഉണ്ടാവും. അതിൽ ഡെയിലി ഡ്രോ ഡൗൺ ഉണ്ടായിരിക്കുന്നതല്ല. ഈ 2500-ൽ 10% ആയിരിക്കും മാക്സിമം ഡ്രോ ഡൗൺ. അഥവാ 2500 $250 നമുക്ക് മാക്സിമം ഡ്രോ ഡൗൺ ആണ്. ഡെയിലി ഡ്രോ ഡൗൺ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ട്രേഡ് ചെയ്യാനും സുഖമാണ്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റൻറ്റ് ഫണ്ടിങ്ങിൻ്റെ ഏത് ഇൻസ്റ്റൻറ്റ് ഫണ്ടഡ് അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ചലഞ്ചുകൾ, ഡെയിലി ഡ്രോ ഡൗൺ ഉണ്ടായിരിക്കുന്നതല്ല. മാക്സിമം ഡ്രോ ഡൗൺ എത്രയാണോ അതായിരിക്കും ഉണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ട്രേഡിൽ ഇത്ര ഡെയിലി ലോസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അക്കൗണ്ട് പോകുമെന്നുള്ള പേടിയൊന്നും വേണ്ട. ഇപ്പോൾ 2500 അക്കൗണ്ടിൽ കഴിഞ്ഞ മാസം എടുത്തിരുന്ന ഒരു അക്കൗണ്ടായിരുന്നു. അതിൽ എനിക്ക് കഴിഞ്ഞ മാസം ഏകദേശം $213 കഴിഞ്ഞ മാസം ഞാൻ പേ ഔട്ട് എടുത്തിട്ടുണ്ട്. അതിന് ഞാൻ ഈ 2500 ആകെ ചിലവാക്കിയത് ഏകദേശം എനിക്ക് $62 മാത്രമാണ് ഇതിന് ഞാൻ ചിലവാക്കിയിട്ടുള്ളൂ. അതുപോലെ തന്നെ പിന്നെ വരുന്നത് അത് ഇനി ഒരു ഇതേപോലെ തന്നെ ഒരു 40% ഓഫിൽ ഞാൻ എടുത്തതായിരുന്നു ആ ഒരു അക്കൗണ്ട്. ഈ മാസം ഒരു ജസ്റ്റ് ചെറിയ പേ ഔട്ട് മാത്രമാണ്, $28 പേ ഔട്ട് മാത്രം. ഞാൻ ഈ ചെറിയ അക്കൗണ്ട് ആണെന്ന് തന്നെ ചെറിയ ട്രേഡ് മാത്രം ഞാൻ റെഡ് ഡോട്ട് പേൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു അക്കൗണ്ട്, ഒരു ട്രേഡ് മാത്രം ഇതിൽ എടുക്കാറുള്ളൂ. അപ്പോൾ അതിൽ 2500-ൽ ഈ ഇപ്പോൾ മിഞ്ഞാന്നാണ് എനിക്ക് പേ ഔട്ട്. അതായത് അതിൽ 28.50 അത് ഞാൻ റൈസിലേക്ക് എടുത്തിരുന്നു. മറ്റത് 213 ക്രിപ്റ്റോ വഴിയാണ് എടുത്തിരുന്നത്. ഇത് റൈസ് അക്കൗണ്ട്. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് പേ ഔട്ട് എടുക്കാൻ പറ്റും. ഒന്ന് ക്രിപ്റ്റോ വഴിയും മറ്റേത് റൈസ് വഴിയും നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ റൈസിൽ എടുത്തു കഴിഞ്ഞാൽ ബെനിഫിറ്റ് നമുക്ക് ഡയറക്റ്റ് നമുക്ക് ബാങ്കിലേക്ക് പേ ഔട്ട് കൊടുക്കാൻ പറ്റും. നമ്മൾ ബാങ്ക് ആഡ് ചെയ്തിട്ട് അതിലേക്ക് പേ ഔട്ട് കൊടുക്കാൻ പറ്റും. ഇനി ക്രിപ്റ്റോ വഴിയാണെങ്കിൽ നമുക്ക് മറ്റുള്ള റെഡ് ഡോട്ട് പേൻ്റെ കാർഡോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഡെയിലി പർച്ചേസും മറ്റു കാര്യങ്ങളൊക്കെ നടത്താനും പറ്റും. അതിൽ നിങ്ങൾക്ക് നമ്മൾ റെഡ് ഡോട്ട് പേൻ്റെ എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിരുന്നു. അതുവഴി നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് കാർഡ് ആഡ് ചെയ്ത് നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും ക്രിപ്റ്റോ ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ഉള്ള ഓഫർ എന്ന് പറഞ്ഞാൽ 40% ഓഫാണ്. ഇതിൽ മിനിമം പ്രോഫിറ്റ് ഇതിപ്പോൾ ഇനിയിപ്പോൾ 2500 ഇതിൻ്റെ ബാലൻസ്, ഇനീഷ്യൽ ബാലൻസ്. ഇതിലിപ്പോൾ മിനിമം $25 ആയി കഴിഞ്ഞാൽ എനിക്ക് വിഡ്രോ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ മിനിമം ആഫ്റ്റർ 7 ഡേയ്സിന് ശേഷമായിരിക്കും കിട്ടുക. അപ്പോൾ ഇതിൽ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് ഫണ്ടഡ് അക്കൗണ്ടുകൾക്കാണ്. ഇൻസ്റ്റൻറ്റ് ഫണ്ടഡ് നമ്മൾ മുമ്പും പറഞ്ഞിരുന്നു. ഇതിൽ മാച്ച് ട്രേഡർ ഉണ്ട്, മെറ്റ ട്രേഡർ ഉണ്ട്, അതുപോലെ സി ട്രേഡർ ഉണ്ട്, മാച്ച് ട്രേഡർ ഉണ്ട്. അങ്ങനെ 3 ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകളുള്ളത്. ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത് മെറ്റ ട്രേഡറാണ്. കാരണം എനിക്ക് ഒന്നും കൂടി സ്പീഡും മറ്റ് കംഫർട്ടൊക്കെ മെറ്റ ട്രേഡർ വഴിയാണ് തോന്നിയിരിക്കുന്നത്. സി ട്രേഡർ ഞാൻ ഉപയോഗിച്ചിരുന്നു, ഇവരുടെ 1 സ്റ്റെപ്പ് അക്കൗണ്ട്. അതെനിക്ക് എൻ്റെത് ചലഞ്ച് ഫേസ് ഡെയിലി ഡോഡോണിൽ അടിച്ചു പോയൊരു സ്ലിപ്പേജ് വന്നപ്പോൾ അടിച്ചു പോയത്. ന്യൂസ് ട്രേഡിങ്ങിന് അലോഡ് ആക്കിയിരുന്നു. പക്ഷേ അത് ഭയങ്കരമായിട്ടുള്ള ഒരു സ്ലിപ്പേജ് വന്നു, അതിൽ അടിച്ചു പോയി. അപ്പോൾ ഇതിൽ എപ്പോഴും ഞാൻ പറയുന്നത് ഈ ഒരു നമുക്ക് ചലഞ്ചുകളില്ലാതെ ഇൻസ്റ്റൻറ്റ് ഫണ്ട് ഇവരെന്നെ പറയുന്നത് 4.3 ഹയർ പേ ഔട്ട് ചാൻസ്, മറ്റുള്ള അക്കൗണ്ടുകളിൽ നിന്നും പേ ഔട്ട് ചാൻസ് കൂടുതൽ ഇൻസ്റ്റൻറ്റ് ഫണ്ടിങ്ങിനാണ്. അതിൽ ഇൻസ്റ്റൻറ്റ് ഫണ്ടിങ്ങിൽ 10,000 എടുക്കുകയാണെങ്കിൽ $440 ഉണ്ട്. 5,000 ആണെങ്കിൽ നമുക്ക് വരുന്നത് 225 അപ്പോൾ 10,000 അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ നോക്കാം. അതിൽ മേജർ ന്യൂസ് നിങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും മേജർ ന്യൂസ് ആൻഡ് ട്രേഡിംഗ് ആൻഡ് വീക്കെൻഡ് ഹോൾഡിംഗ് കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മേജർ ന്യൂസിൽ ഹോൾഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. അതുപോലെ 2 മിനിറ്റ് ആഫ്റ്ററും 2 മിനിറ്റ് ബിഫോറും ട്രേഡുകൾ എടുക്കാതിരുന്നാൽ മതി. അപ്പോൾ നമ്മൾ ടാർഗറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ന്യൂസ് ടൈമിൽ നമ്മൾ ഇത് ഓണാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ന്യൂസ് ടൈമിൽ ടാർഗറ്റ് അടിച്ചാലും ആ ഒരു കൗണ്ടിങ് വരുന്നതാണ് പ്രോഫിറ്റിൽ. മറ്റേ ചിലപ്പോൾ അത് റിജക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇതിൽ ഫസ്റ്റ് പേ ഔട്ട് എന്ന് പറഞ്ഞാൽ 14 ദിവസത്തിന് ശേഷമായിരിക്കും ഫസ്റ്റ് പേ ഔട്ട് ലഭിക്കുക. അതിനുശേഷം വീക്കിലി ആയിരിക്കും ലഭിക്കുക. അതിനുശേഷം വീക്കിലായിരിക്കും ലഭിക്കുക. പ്രോഫിറ്റ് ടാർഗറ്റ് ഇല്ല. മിനിമം പേ ഔട്ട് ഞാൻ പറഞ്ഞില്ല, $25 ആണ് മിനിമം ട്രേഡിംഗ് പേ ഔട്ട്. പ്രോഫിറ്റ് ടാർഗറ്റ് ഒന്നുമില്ല, എത്രയും നമുക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. അതുപോലെ ഡെയിലി ഡ്രോ ഡൗൺ ഇല്ല. 10% ആയിരിക്കും ഇതിൻ്റെ 10,000 അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ $1,000 ആയിരിക്കും നിങ്ങൾക്ക് ഡെയിലി ഡ്രോ ഡൗൺ അല്ലെങ്കിൽ മാക്സിമം ഡ്രോ ഡൗൺ വരിക. ഓക്കെ, രണ്ടും ഒന്ന് തന്നെയാണ് വരിക.
പിന്നെ പ്രോഫിറ്റ് സ്പ്ലിറ്റ് 80% ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ $1000 ഉണ്ടാക്കി കഴിഞ്ഞാൽ $800 നിങ്ങൾക്ക് ലഭിക്കും. 20% അവർക്കായിരിക്കും ലഭിക്കാം. നമുക്ക് വേണമെങ്കിൽ പ്രോഫിറ്റ് സ്പ്ലിറ്റ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. 10% ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 90% ലഭിക്കും. സ്കെയിലിംഗ് ആണ് ഒന്നുകൂടി ബെനിഫിറ്റ്. നമുക്ക് 10% എപ്പോഴാണ് നമ്മളിതിൽ ഇപ്പോൾ $1000 നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു അക്കൗണ്ട് 10,000 $20,000 അക്കൗണ്ട് സ്കെയിൽ ചെയ്ത് ലഭിക്കുന്നതാണ്. അപ്പോൾ നല്ലൊരു ബെനിഫിറ്റ് തന്നെയാണ്. കാരണം നമുക്ക് സ്കെയിലിംഗ് ഈ ഒരു അക്കൗണ്ട് മിനിമം 10% നിങ്ങൾക്ക് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കെയിലിംഗ് എടുത്താൻ പറ്റും. മിനിമം ട്രേഡ് ഡേയ്സ് ഇല്ല. അതുപോലെ ഓൾറെഡി ഓവർനൈറ്റ് അവൈലബിൾ ആണ്. അതുപോലെ വീക്കെൻഡും അവൈലബിൾ ആണ്. നിങ്ങളിത് ഓൺ ആക്കി കഴിഞ്ഞാൽ മാത്രം, ഈ ഒരു ആഡ് ഓൺ എടുത്തു കഴിഞ്ഞാൽ മാത്രം. അത് ലിവറേജ് ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1:30 ആണ് കറൻസീസ് ലഭിക്കുക. കമ്മോഡിറ്റി 1:88, അതുപോലെ ഇൻഡിസസിന് 1:10, ക്രിപ്റ്റോ 1:1 അങ്ങനെ വരിക. അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ താഴെ ലിങ്ക് കൊടുക്കുക. ഈ ഒരു ലിങ്ക് ഈ ഒരു പേജ് ലഭിക്കും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇങ്ങനെ എടുത്ത ശേഷം നിങ്ങൾക്ക് കമ്മീഷൻ ഫ്രീ, അതുപോലെ മെറ്റാഡേറ്റ 5 ആണെങ്കിൽ അത്, പിന്നെ 10,000 കൊടുക്കുക. അതിനുശേഷം സ്റ്റാർട്ട് ഇപ്പോൾ 506 ആണ്. ഇതും കൂടി ആഡ് ചെയ്ത് 506 ആണ്. ഇത് ആഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വരിക 440 മാത്രമേ വരിക. അപ്പോൾ 440 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതായിട്ട് ചെക്കൗട്ട് എന്നാണ് കാണിക്കുക. അപ്പോൾ അതിൽ നമുക്ക് ഇനി എഡിറ്റ് ചെയ്യണമെങ്കിൽ ബാക്ക് ഞാൻ എഡിറ്റ് കൊടുത്താൽ മതി. ഇപ്പോൾ 10,000 മെറ്റാഡേറ്റ 5 കമ്മീഷൻ ഫ്രീ അക്കൗണ്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ പറയുന്ന ഈ ഒരു പ്രൊമോ കോഡ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു 40% 440 റേറ്റ് അത് 10,000 എടുത്തുകൊണ്ടാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കോഡ് ബാക്ക് 9A40W എന്ന് പറയുന്ന ഈ ഒരു കോഡ് നിങ്ങൾ ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 440 എന്നുള്ളത് $264 മാറും. അപ്പോൾ അതിൻ്റെ ഏകദേശം 40% നമുക്ക് അതിൻ്റെ ഇത് കിട്ടി. ഇനി നമുക്ക് ചെറിയ അക്കൗണ്ടാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് നോക്കാം എത്രയാണ് വരുന്നതെന്ന്. ഇവിടെ ബാക്ക് ടു അക്കൗണ്ട് തന്നെ കൊടുക്കണം. അതിന് ശേഷം നമ്മൾ ഇപ്പോൾ ഒരു മിനിമം ഒരു $2,500 എടുക്കുകയാണെങ്കിൽ $120 അതിന് വരുന്നത്. $120 $2,500 എടുക്കണം. അങ്ങനെ മാത്രമേ നമുക്ക് $250 നമുക്ക് മാക്സിമം ഡോളറിൽ ലഭിക്കുള്ളൂ. ഓക്കെ, അത് നമ്മൾ പ്രൊമോ കോഡ് ഇപ്പോൾ $120 ഇവിടെ കറക്റ്റ് കാണിക്കുന്നത്. അത് നമുക്ക് പ്രൊമോ കോഡ് അടിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ഈ ഒരു ഓഫർ കിട്ടണമെന്നില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു ഓഫർ തന്നെയാണ്. $72 ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, $72 ആയിരിക്കും 40%. ഈ ഒരു കോഡ് മറക്കണ്ട. ഇതാണ് കോഡ് ബാക്ക് BACK 9A40 വീക്ക്. അപ്പോൾ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കോഡ് ഈ ഒരു ഓഫർ ലഭിക്കുന്നതാണ്. പേ ഔട്ടും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. നല്ലൊരു ഫേമായിട്ടാണ് തോന്നിയിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഡിസ്കൗണ്ടിൽ കയറി കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് അവർ റിപ്ലൈ കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡീറ്റെയിൽസ്. തീർച്ചയായും താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുക. നിങ്ങൾക്കൊരു ഫണ്ടിങ് അക്കൗണ്ട് എടുത്ത ശേഷം അതുവഴി ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈക്കോളജിക്കലും ഒരു ക്ലിയർ ആയിരിക്കും, ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.